സംഗതി ഭയങ്കര ഇടിയായിരുന്നെങ്കിൽ ഞാൻ ടിക്കറ്റ് മേടിച്ചു. ധാരാളം പറഞ്ഞത് നോക്കിയാ നീ ഇപ്പൊ പൊങ്ങി. ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ ഉസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസാ. എന്റെ അമ്മോ. എന്നാ ഞാൻ വരട്ടെ, വളരെ ബിസിയാ. അതെ, അച്ചൂട്ടി ജയിലിൽ പോയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. അതിനുമുമ്പ് അവനെങ്ങനെ ഇറങ്ങി? ആ പണ്ടാരത്തിനെ പുറത്തിറക്കാൻ കൊല്ല കൊമ്പന്മാരില്ല ഇവിടെ. അവനകത്ത് കിടന്ന് അവർക്കല്ലേ നഷ്ടം. ഇനി ഇവിടെ ദിവസം അടിയുടെ പൂരമായിരിക്കും അല്ലേ? അപ്പൊ സ്റ്റണ്ട് പടത്തിന് ഇന്ന് ശോഭ ടാക്കീസിൽ ആള് കുറയും. മുതലാളിയേ, അവറാച്ച മുതലാളി. ഉസ്താദ് വരുന്നു അറിഞ്ഞപ്പോഴേക്കും മൂപ്പര് ഇവിടുന്ന് മുങ്ങിയോ? എന്താടാ വിളിച്ചു പോകുന്നത്? ഉസ്താദിന് ജയിലിൽ നിന്ന് ഇറങ്ങും. അതിന് ആ താക്കോലും തന്നെ. താക്കോല് തരില്ല, ഞാനത് പൊളിച്ച് കെട്ടിടം പണിയാൻ പോവാ. അപ്പൊ ഈ വീട് വാടകയ്ക്ക് കൊടുക്കോ? എന്തിനാ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ. എന്റെ കർത്താവേ, ഒരുത്തനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാ അച്ചൂട്ടി ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പൊ ദോഷപ്രതിക്ക് പോയിട്ട് പൊറതി ദോഷക്കാരായി പറഞ്ഞ പോലായി. ഇനി അവനെ ഒഴിപ്പിക്കാൻ ഞാൻ ഏത് ഗുണ്ടയാ ഏൽപ്പിക്കേണ്ടത്? അത് ആലോചിച്ച് മുതലാളിനെ പ്രശ്നം കൂട്ടണ്ട. ഞാൻ ഉസ്താദായി കൺസൾട്ട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. നീ എന്നെ പേടിപ്പിക്കണോ? എന്തൊക്കെ പറഞ്ഞാലും ഇനി താക്കോല് വരുന്ന പ്രശ്നമില്ല. ഓഹോ, ഏതായാലും മുതലാളിക്ക് ഇത്രയും ധൈര്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും സംസാരിക്കണില്ല. ഓക്കേ മണിയാ, ഒന്ന് നിന്നേ. എന്തിനാ? അങ്ങോട്ട് വിട്ട മനുഷ്യ. അല്ലെങ്കിലേ ഇതിയാന് പ്രഷറിന്റെ അസുഖ. ഇനി പച്ചുട്ടിയുടെ തല്ലുകൊണ്ട് നടു ഒടിഞ്ഞു കിടക്കണോ? ഇതിയാൻ ഒന്നിനൊട്ട് കൊള്ളുകയില്ല. ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. താക്കോല് കൊണ്ടുപോ. ചേട്ടനും ചേച്ചി തമ്മിൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. ഇയാൾക്ക് പ്രഷറല്ല, പ്രഷർ കുക്കറാ വരേണ്ടത്. ചാച്ചായിന് വെള്ളക്കത്തിന് നേരത്തെ എടുത്ത് വെച്ചോട്ടോ. ഉസ്താദിന് ജയിലിൽ നിന്ന് ഇറങ്ങാ. ശരി, എന്റെ മോളിൽ ശിവന്റെ അമ്പലത്തിൽ ആളിരിക്കണ പോലെ. കുറച്ച് ദിവസം കൊണ്ട് മാറി പഠിക്കും. വീടൊക്കെ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ. ഇതാരും ഇവിടെ എടുത്തുകൊണ്ട് വെച്ചു. ഇതൊക്കെ കിടന്ന കാലം മറന്നുപോയി. ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും കണ്ടാവോ? അങ്ങോട്ട് പോട്ടെ. വാടക കൊടുത്തില്ല ഇയാൾക്കൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്താ എന്താ? ഇതാണ് ഇവിടെ കൊണ്ടിട്ടെ. ക്ലീൻ സിറ്റി എന്നുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ. അമ്പലം പിടിച്ച് ഒരുമാതിരി ശവക്കോട്ട പോലെ. കൂട്ടിന്റെ ഉള്ളിൽ വേറെ പൂട്ടിട്ടുന്നു അവനെ. അതെ, അച്ചൂട്ടിക്ക് വന്നോ? അല്ല, ഇതാര് ഉസ്താദ് ജയിലിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസാ. നേരെ ഇങ്ങോട്ടാ വരിക? അതെനിക്കറിയില്ല. ഏതായാലും 1-2 കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങ് വരുള്ളൂ. സൈനബാ, ഇതേതാ പുതിയ കക്ഷി? നമ്മുടെ ഇളയപ്പാട് മോളാ ഐഷ, മലപ്പുറത്താ. ആണോ? കൊള്ളാട്ടോ. ഇതെന്താ ഇങ്ങനെ ഒരു ബോർഡ്? വക്കീലാണോ ഇവിടെ താമസിക്കണേ? വക്കീലല്ല, വക്കീലന്മാർക്കും പോലീസുകാർക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇന്നെന്ന് ബോർഡ് കണ്ട ഉസ്താദ് ജയിലിലായിരിക്കും, അവിട്ടെന്ന് ബോർഡ് കണ്ട ഉസ്താദ് വെളിയിലായിരിക്കും. ഈ വലിയ വലിയ VIP ഒക്കെ അകത്തും വെക്കും പുറത്തും വെക്കും ബോർഡേ. എന്തായി കാട്ടണേ? അത് മണിയന്റെ ഒരു സൂക്കേടാ, തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ചെറുപ്പത്തിലെ കണ്ണിന് പറ്റിയൊരു തകരാറാ. ഡോക്ടർമാര് പറഞ്ഞ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോലീസുകാരും നാട്ടുകാരും ശരിക്കും പെരുമാറി. ഇപ്പൊ പരിപൂർണായി. ഇപ്പൊ ഈ കാണിക്കുന്നത് കാര്യത്തിനാണോ തമാശക്കാണോ ആർക്കറിയില്ല, എനിക്കറിയില്ല. എന്താ ചെയ്യാ? പേടിയിൽ പിടിപ്പൻ പണിയുണ്ട്. നമ്മൾ പോട്ടെ. ശരി. പിന്നെ ഈ മലപ്പുറത്തുകാരിയെ ശരിക്കും ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഇപ്പൊ കാണിച്ചാല് കാര്യമില്ലായി ഇല്ലാട്ടോ. ശാന്തേടത്തിയേ, അതെ ഉസ്താദ് എത്തൂട്ടോ. ആരൊക്കെ 1, 2, 3 നാരെ കൊല്ലം ഇറങ്ങിയേക്കണേ. ഉസ്താദ് അകത്ത് പോയപ്പോ വെള്ളരിപ്രാവുകളൊക്കെ വന്നു കൂടിയല്ലേ. നൽപ്പം ബിസിയാണ്. ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണ്ടേ? നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടെ മക്കളെ. ഹലോ, സോൾവ് ചെയ്യട്ടോ. വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്കോ 2 ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി. അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തിനും തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട പോത്തറച്ചി മോളെ എടുത്തു കൊടുക്കും. എനിക്ക് വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ചി ജീവനയില്ലോ.
ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും നോക്കി കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. സൈനബാ എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓലെന്നെ തല്ല് കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടണേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, എന്താ ജയിലിലിപ്പോ പഴയത് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചനയില്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ. നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴ നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തിറച്ചി പോത്രജീന്റെ സൈനബാ ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചുട്ടി. ഈ അതോട് വെച്ചോ, ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട കസനിക്ക് ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് 6 മാസം നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ. എന്നാ, ഇതൊരു പിടികൂടി പിടിക്കും. വെള്ളം ഒഴിയടാ. ആ മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, 2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. മതി മതി മതി, നിർത്ത. പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മയിങ്ങനെ ചെളിച്ച് കളിച്ച് വരച്ച് അല്ലേ. മതി മതി, നിർത്ത. നീ ദീപം കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, എടുത്ത് കത്തിച്ചൂടെ? ആ, എല്ലാത്തിനും ഒരാള് കാണുന്ന വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാനെ. എങ്കിൽ പോയായിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ, നന്ദി. ഉസ്താദ് പട്ടീന്ന് വിളിച്ച എന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാമെന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമൻ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ ആ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? വേണം, ഇപ്പൊ തന്നെ മാറണ? ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. ഓരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ്, ഇത് കണ്ടിട്ടോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ. കൊച്ചിനെ ചെന്നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട പോടണ കോട്ടം കണ്ടയ്യപ്പം താരാ. ശ്രീരാമനും ലച്ചമണനും അഞ്ഞിനെ 2 തോയിമാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ടും കൂത്തും. ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണ്ടെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. പോവന്നെയാ? എന്നെ ചവിട്ടിയല്ലേ? എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിക്കാൻ കാര്യത്തില്ല. ഇറങ്ങി പോടാ.